ഹലോ, ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേബിൾ ഡെക്കർ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് പോയാലോ? ഇതിന് വേണ്ടി നമുക്ക് കട്ടിയുള്ള കളർ പേപ്പർ എടുക്കാം. ഞാനിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് എത്ര അളവിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ മടക്കി കൊടുക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് ഒരേ രീതിയിൽ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് അതേപോലെ കട്ട് ചെയ്തിട്ട് പെറ്റൽസിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടേബിൾ ഡെക്കറാണ്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 പെറ്റൽസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കോണ് പോലെ ആക്കി നമുക്ക് പൂ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ പശ പിശുക്കുന്നതല്ല, കുഞ്ഞ് പശ മൊത്തം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ് പിന്നെ തറയിൽ നിന്ന് കോരി എടുത്താണ് അത്രയും കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് പച്ച കളറിലെ ഒരു പേപ്പർ ഇതേപോലെ ഈ പല്ല് പോലത്തെ കത്രിക ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ല ആ കത്രിക ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച കളറിലെ പേപ്പർ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് ഈ പല്ല് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഇങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് അത്ര വൃത്തിയൊന്നുമില്ല. എൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്ന് ഓരോന്നൊക്കെ എടുക്കുന്നതാണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയുള്ള ധൃതിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കോണ് പോലെ നാക്കി കൊടുക്കണം. എന്നിട്ട് പശ തേച്ച് ഒന്ന് ഒട്ടിക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇതേപോലെ കുറച്ച് പശയും കൂടെ തേച്ച് കൊടുക്കുക. ഒരുപാട് പശയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തേച്ചിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പൂവും ഇതേപോലെ നിറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ പൂവ് വരെ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഇത്രയും വരെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പൂവ് നിൽക്കാൻ വേണ്ടി ആവശ്യമുള്ള കമ്പ് റെഡിയാക്കാം. കുറച്ച് മാത്രം നമുക്ക് പേപ്പർ എടുത്തിട്ടുള്ളൂ കേട്ടോ, പച്ച കളറിലെ പേപ്പർ. പിന്നെ ഒരുപാട് നീളം വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എത്രമാത്രം നീളം വേണം, ഞാൻ കുറച്ച് നീളം മാത്രം മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു നീളത്തിൽ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കമ്പിനകത്തേക്ക് കുറച്ച് പശ തേച്ചിട്ട് നമ്മളുടെ ആ പൂവുണ്ടല്ലോ ഇറക്കി വെച്ചു. ഇത്രേ ഉള്ള പരിപാടി. എനിക്കിത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് പൂവായിട്ടാണ് തോന്നുന്നത് നമ്മൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. ഞാനിത് ഏട്ടാ ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഇത് അയ്യത്തൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഒരു പൂവല്ലേ, ഇന്ന പൂവാണോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരിയാ ഇതാണ്. അതായത് ഈ റെയിൻ ലില്ലി ഉണ്ടല്ലോ അതുപോലാണ് ഏട്ടന് തോന്നിയത്. എനിക്കും ചെയ്തു വന്നപ്പോൾ ഏട്ടൻ്റെ അഭിപ്രായം വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്കിത് ഏത് പൂവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊന്ന് പറയണേ. അപ്പം ഞാൻ കുറച്ചധികം കളറിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും തന്നെ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഹോളെല്ലാം മാറ്റി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അക്വരത്തിൽ വളരുന്ന ചെടിയുടെ ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും സപ്പോർട്ട് ആക്കാനും മറക്കല്ലേ.